നമസ്കാരം. നമസ്തേ. എൻ്റെ പേര് എൻ്റെ പേര് സനൂപ് പണിക്കർ എന്ന് പറയും. എവിടെയാണ് സ്ഥലം? സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം, കാടാമ്പുഴയ്ക്കടുത്തായിട്ട് അവിടെയാണ്. ഓക്കെ. ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പം നമ്മൾ താഴികക്കുളമാണല്ലോ ഇവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് സ്വർണം പൂശ, അതിന് ആധികാരികമായിട്ട് ജ്യോത്സ്യവിധി എന്ന് പറയാമോ? എന്താണ് സംഭവങ്ങൾ? അതായത് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഒരു മഹത്തരമായിരിക്കുന്ന ഒരു ആരാധനാക്രമത്തിൻ്റെ വിശേഷതയാണ്. അത് സാമാന്യമായ തലം മുതൽ ബുദ്ധ്യുപാഹിത ചൈതന്യം, ഇന്ദ്രിയോപാഹിത ചൈതന്യം, കൂടോപാഹിത ചൈതന്യം, സർവോപാഹിത ചൈതന്യം എന്നുള്ള 4 തരത്തിലാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ബുദ്ധ്യുപാഹിത ചൈതന്യം എന്നുള്ള വിഷയം സ്തണ്ഡലി പൂജ അഥവാ പത്മപൂജയിലൂടെയും, ഇന്ദ്രിയോപാഹിത ചൈതന്യം എന്നുള്ളത് നമ്മുടെ ധർമ്മദൈവാരാധനകളുടെ വിശേഷത പോലെയും, കൂടോപാഹിത ചൈതന്യം എന്നുള്ളത് സർപ്പ സാന്നിധ്യ വിഭാഗങ്ങളുടെ അപൂർവമായിട്ടുള്ള ആരാധനകളെയും, 4മതായിട്ട് പറയപ്പെട്ട സർവോപാഹിത ചൈതന്യമാണ് ഒരു ക്ഷേത്രസങ്കല്പത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആ ക്ഷേത്രസങ്കല്പത്തിൻ്റെ പരമമായിരിക്കുന്ന അപൂർവത ഒരു തരത്തിൽ പറഞ്ഞാൽ, എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു. 6 പടികളാണ്. അത് ഒരു ക്ഷേത്രസങ്കല്പത്തിലേക്ക് വരുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, നാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മത്തിലിരുന്നരുളുന്ന ശിവനിലേക്ക് അന്തചൈതന്യമായിരിക്കുന്ന കുണ്ടലിനീ ശക്തിയെ സമന്വയിപ്പിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന ഒരു വിശേഷതയാണ് ഒരു ക്ഷേത്രസങ്കല്പം. അത് വിശേഷമായിട്ട് ആചാര്യസ്വാമികളുടെ ഒരു പ്രകരണത്തിൽ പറയുന്നു: മനസ്ത്വം വ്യോമസ്ത്വം മരുതസി മരുത്സാരതിരസി ത്വാമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണമേത നഹിവരം ത്വമേവ സാത്മാനാം പരിണമേത വിശ്വഭുഷ ചിദാനന്ദാകാരേ ശിവയുവതി ഭാവേന വിഭൃഷി. പരമാത്മ ചൈതന്യമായിരിക്കുന്ന ആ ശിവതത്വത്തിന് പോലും വിരാട് പുരുഷനാകുവാൻ ശക്തിയില്ലാണ്ട് സാധ്യമില്ല എന്നാണ്. അതുപോലെയാണ് ആ ശിവശക്തിയായുക്തേ എന്ന് പറയുന്നതായിട്ടുള്ള ശിവശക്തി സങ്കല്പത്തിൻ്റെ അപൂർവമായിരിക്കുന്നൊരു മഹത്തരമായ വിഷയമാണ് ക്ഷേത്രസങ്കല്പം. അതിൽ ഗർഭഗൃഹം എന്ന് പറയുന്നത് അതിൻ്റെ വിധികൽപ്പനകൾക്കനുസരിച്ചിട്ടുള്ള വിധാനങ്ങളിലൂടെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വരിക. എന്തായാലും അതിവിടെ നന്നായിട്ട് നടന്നു. അതിൻ്റെ ഭാഗവാക്കാകുവാൻ എനിക്ക് സാധിച്ചതിൽ ആ പരമേശ്വരിയോടുള്ള തീർത്താ തീരാത്ത ആ എന്താ പറയുക അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള വഴിയെ ഞാൻ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃതം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.